കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് പുലിമുരുകൻ. മലയാളം പോലെയൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ ബിഗ് ബജറ്റ് ചിത്രങ്ങളൊരുക്കാൻ മടിച്ചു നിന്നവർക്ക് ധൈര്യം നൽകുന്നതായിരുന്നു പുലിമുരുകൻ നേടിയ വിജയം. മലയാള സിനിമയ്ക്ക് അസാധ്യമെന്ന് കരുതിയ 100 കോടിയെന്ന വലിയ സംഖ്യയും പിന്നിട്ട് 150 കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് പുലിമുരുകൻ. പുലിമുരുകന് ശേഷം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വില്ലൻ. ഒട്ടേറെ പുതുമകളുമായി അണിയറയിലൊരുങ്ങുന്ന മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് വില്ലൻ. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അവസാന ഘട്ടത്തിലെത്തിയ ചിത്രം 3 ഭാഷകളിൽ ഒരേ സമയം തിയേറ്ററിലെത്തുകയാണ്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ചിത്രം ഒരേ ദിവസം പ്രദർശനത്തിനെത്തുകയാണ്. മലയാളത്തിൽ മാത്രം ചിത്രീകരിച്ച ഒരു സിനിമ 3 ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമയാണ് വില്ലൻ. മലയാളത്തിലെ ഏറ്റവും മികച്ച പണം വാരി ചിത്രങ്ങളിൽ ഒന്നായ പുലിമുരുകനും മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും പ്രദർശനത്തിനെത്തിയിരുന്നു. എന്നാൽ ഒരേ ദിവസമായിരുന്നില്ല ഇത്. തമിഴിൽ 300-ൽ അധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് ചിത്രം ചരിത്രം കുറിച്ചിരുന്നു. മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ വില്ലനാകുന്ന തമിഴ് സൂപ്പർ താരം വിശാലാണ്. ഒപ്പം ഹൻസിക മോട്ടുവാനിയും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി മലയാളത്തിലേക്ക് എത്തുന്നു. തെലുങ്കിൽ നിന്ന് ശ്രീകാന്ത്, റാഷി ഖന്ന എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും മാർക്കറ്റ് ഉള്ള താരമാണ് മോഹൻലാൽ. പുലിമുരുകൻ്റെ തെലുങ്ക്, തമിഴ് പതിപ്പുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ മോഹൻലാൽ സ്ഥാനം നേടിയത്. പുലിമുരുകന് ശേഷം മറ്റൊരു കളക്ഷൻ റെക്കോർഡാണ് വില്ലനിലൂടെ അണിയറ പ്രവർത്തകർ ലക്ഷ്യം വയ്ക്കുന്നത്. വിഷ്വൽ ഇഫക്ട്സിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ചിത്രം ഒരു ക്രൈം ത്രില്ലറാണ്. ചിത്രത്തിൻ്റെ പോസ്റ്ററുകളും ടീസറുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സർവീസിൽ നിന്നും വിരമിച്ച മാത്യു മഞ്ഞുരാൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. ഒന്ന് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ താടിയിലും മറ്റൊന്ന് താടിയില്ലാത്ത ചുള്ളൻ ലുക്കിലുമാണുള്ളത്. ജൂലൈ 21-ന് തിയേറ്ററിലെത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നീണ്ടുപോയതിനാൽ റിലീസ് മാറ്റുകയായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്നും റിലീസ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന 4ാമത്തെ ചിത്രമാണ് വില്ലൻ. മാടമ്പിയായിരുന്നു ആദ്യ ചിത്രം. റോക്ക്ലൈൻ വെങ്കടേഷാണ് ചിത്രം നിർമ്മിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ.